അപ്പോൾ പ്രീമിയം പ്രൊഡക്റ്റുകൾ പല രീതിയിൽ നമ്മൾ പ്രീമിയം ക്ലാസ്സിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, പ്രീമിയം പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ലക്ഷ്യം വെച്ചിട്ടായിരിക്കും എനിക്ക് തോന്നുന്നു ആമസോണിൽ പ്രീമിയം പ്രൊഡക്റ്റുകൾ കുറച്ചുകൂടി കൂടുതൽ സെല് ചെയ്യുന്നതാണ്. അതേസമയം ഫ്ലിപ്കാർട്ടിൽ അങ്ങനത്തെ ഒരു സെഗ്മെന്റ് കുറവാണ്. അപ്പോൾ ഇത് തമ്മിലുള്ളൊരു ഡിഫറൻസ്, ഈ രണ്ട് രീതിയിൽ നമ്മുടെ ഒരു ഓൺ പ്രൊഡക്റ്റ് എങ്ങനെ പിച്ച് ചെയ്യാം, ഏത് സ്ഥലത്ത് ഇത് പ്ലേസ് ചെയ്യാം, അത്തരം കാര്യങ്ങളിലേക്കുള്ള താങ്കളുടെ ഒരു ഉപദേശവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ആമസോൺ എന്ന് പറയുന്നത് ഒരു പ്രീമിയം പ്രൊഡക്റ്റുകൾ കൂടുതൽ കിട്ടും, കൂടുതൽ ആൾക്കാർക്ക് വിശ്വാസമുള്ള ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ സെല്ലർ സൈഡിലാണെങ്കിലും ബയർ സൈഡിലും രണ്ട് ഭാഗത്തും ഒരു ഫെയർനെസ് കാണിക്കുന്ന ഒരു ഫേമാണ് ആമസോൺ. ഓഫ് കോഴ്സ് അവരുടെ ചാർജസ് കൂടുതലാണ്, പക്ഷേ ഒരു പ്രീമിയം പ്രൊഡക്റ്റ് നമുക്ക് വിശ്വസിച്ച് വിൽക്കാവുന്നതും വിശ്വസിച്ച് വാങ്ങാവുന്നതും അങ്ങനെ ഒരു ലേബിൾ അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഫ്ലിപ്കാർട്ട് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി മാസ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, അതായത് ഫോർ എക്സാമ്പിൾ മൊബൈൽ കവറുകൾ, ഡ്രസ് ഐറ്റംസ്, പ്ലാസ്റ്റിക് ഐറ്റംസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ വെച്ച് കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ട് മാസ് മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റുകളാണെങ്കിൽ ഞാൻ സിമ്പിളായിട്ട് എൻ്റെ ക്ലയൻസിന് പറയുന്നൊരു സാധനമുണ്ട്. അതായത് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് ഒരു 350 മുകളിലാണ് വെച്ച് കഴിഞ്ഞാൽ ആമസോൺ ഈസ് ദ ബെസ്റ്റ്. അതിന് താഴെയാണെങ്കിൽ ഫ്ലിപ്കാർട്ടാണ് നമ്മൾ സാധനം സെർച്ച് ചെയ്യുന്നത്. ഒരു മാസ് പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് ഫ്ലിപ്കാർട്ടിനാണ്. നല്ലൊരു ലൈനാണ്, കറക്റ്റായിട്ട് വളരെ കൃത്യമായിട്ട് നമുക്കത് പ്ലേസ് ചെയ്യാം.